RJ സിവിൽ സർവീസ് അക്കാദമിയിലേക്ക് അവർക്കും സ്വാഗതം. ഇന്ന് USS സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട് മാത്സ് പേപ്പറിൽ ചോദിക്കുന്ന സ്ഥിരം ചോദ്യങ്ങളിലൊന്നായ നീളവും വീതിയും പരപ്പളവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് ഡിസ്കസ് ചെയ്യുന്നത്. രണ്ട് ചോദ്യങ്ങളുണ്ട്, രണ്ട് വ്യത്യസ്ത ചോദ്യങ്ങളാണ്. കഴിഞ്ഞ വർഷവും ഈ ചോദ്യം വന്നിരുന്നു, അതിനു മുമ്പിലുള്ള വർഷവും ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ തന്നെ വന്നിരുന്നു. കഴിഞ്ഞ 3 വർഷം തുടർച്ചയായിട്ട് ചോദിച്ച ഒരു ചോദ്യം എന്ന നിലയിലാണ് ഇത് ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ വലിയ സമവാക്യങ്ങളൊന്നും നമുക്ക് ആവശ്യമില്ലെങ്കിൽ പോലും വളരെ ചെറിയ, വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നതാണ്. അപ്പോൾ ഇത് USS സ്കോളർഷിപ്പിന് ഒരുങ്ങുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും ഇത് ഉപകാരപ്രദമായിരിക്കും. ഈ ചാനലിലൂടെ മാത്തമാറ്റിക്സുമായി ബന്ധപ്പെട്ട മുഴുവൻ വീഡിയോസുകളും, വരാൻ സാധ്യതയുള്ള മുഴുവൻ വീഡിയോസുകളും ഡിസ്കസ് ചെയ്യുന്നതാണ്. USS സ്കോളർഷിപ്പിന് പലപ്പോഴും മാത്തമാറ്റിക്സിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാത്തമാറ്റിക്സിലാണ് മാർക്ക് നഷ്ടപ്പെടുന്നത്. ആ മാത്തമാറ്റിക്സിലെ മാർക്ക് നഷ്ടപ്പെടുന്നത് ഈ വർഷം നമുക്ക് തടയാൻ കഴിയും. നിങ്ങൾ ഈ വീഡിയോ തീർച്ചയായും കാണുക. ഈ ചാനൽ ഉപകാരപ്രദമാണ്, തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ആദ്യത്തെ ചോദ്യങ്ങളിലേക്ക് പോകാം. The length of a rectangle is increased by 50% and breadth decreased by 50%. What change will happen to its area? ഒരു ദീർഘചതുരത്തിന്റെ നീളം 50% വർദ്ധിക്കുകയും വീതി 50% കുറയുകയും ചെയ്യുന്നുവെങ്കിൽ പരപ്പളവിലുള്ള മാറ്റം എത്രയെന്നുള്ളതാണ്. നീളം 50% വർദ്ധിക്കുന്നു, വീതി 50% കുറയുന്നു എങ്കിൽ ഏരിയയിലുള്ള മാറ്റമാണ് ഇവിടെ ചോദിക്കുന്നത്. മറ്റൊരു കാര്യം സൂചിപ്പിച്ചുകൊള്ളട്ടെ, വാട്സപ്പ് മുഖേന USS സ്കോളർഷിപ്പിന്റെ പരിശീലനങ്ങൾ നൽകുന്നുണ്ട്. ആഴ്ചകൾ തോറും പരീക്ഷകൾ നടത്തുന്നുണ്ട്. നിങ്ങൾ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സപ്പിന് നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ താഴെയുള്ള നമ്പർ നൽകിയിട്ടുണ്ട്. അതിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് വാട്സപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. നമുക്ക് ഈ ചോദ്യത്തിലേക്ക് തന്നെ പോകാം. ഒരു ദീർഘചതുരത്തിന്റെ നീളം 50% വർദ്ധിക്കുകയും വീതി 50% കുറയുകയും ചെയ്യുന്നുവെങ്കിൽ പരപ്പളവിലുള്ള മാറ്റം, ഏരിയയിലുള്ള മാറ്റമാണ്. അപ്പോൾ ഏരിയ കാണാനുള്ള സമവാക്യം നമുക്കറിയാം. ഏരിയ എന്ന് പറയുന്നത് നീളം ഇൻറ്റു വീതിയാണല്ലോ. ഇവിടെ ശ്രദ്ധിക്കുക, നീളവും വീതിയും കുറയുകയും കൂടുകയും ചെയ്യുന്നതിന് മുമ്പുള്ള ചതുരത്തിന്റെ പരപ്പളവ് നമുക്കൊന്ന് നോക്കാം. അപ്പൊ നീളത്തെ നമുക്ക് ഇവിടെ ശതമാനമായി പറയുന്നുണ്ട്. നമുക്ക് നീളത്തെ വീതിയെ 100 ആക്കി കണക്കാക്കാം. അപ്പോൾ നീളവും വീതി 100 ആയിട്ട് നമ്മൾ ഗസ് ചെയ്യുന്നു. നീളവും വീതി 100. അപ്പോൾ പരപ്പളവ് എന്താണ്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. അതായത് നീളം ഇൻറ്റു വീതിയാണ്. ഏരിയ എന്ന് പറയുമ്പോൾ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, അതായത് പരപ്പളവ് നീളം ഇൻറ്റു വീതി. എങ്കിൽ നീളം 100, വീതി 100. കാരണം ഇത് കൂടുകയും കുറയുകയും ചെയ്തതിന് മുമ്പുള്ള അളവിനെ നമുക്ക് 100 ആയിട്ട് കണക്കാക്കാം. 100 യൂണിറ്റ് ആയി കരുതാം. അപ്പോൾ 100 × 100 എത്രയാണ്? 10,000. 10,000 ഇവിടെ നമുക്കറിയാം ഇതിന്റെ പരപ്പളവ്, നിലവിലുള്ള ചതുരത്തിന്റെ പരപ്പളവ്. ഇനി നിലവിലുള്ള ചതുരത്തിന്റെ പരപ്പളവ് ഇത് 100 വീതി 100 നീളം ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് നിലവിലുള്ള ചതുരത്തിന്, അതായത് ഒരു സമചതുരമാണ്. ഇനി നിലവിലുള്ള ചതുരത്തിന് 10,000 എങ്കിൽ നമുക്ക് 50% വർദ്ധിപ്പിക്കുകയും, അതായത് അതിൻ്റെ നീളം 50% വർദ്ധിക്കുകയും 50% വീതി കുറയുകയും ചെയ്തപ്പോഴുള്ള പരപ്പളവിലുള്ള മാറ്റം എന്താണെന്ന് നോക്കുക. ഇവിടെ നീളം 50%, ഈ ലൈനിലേക്ക് നോക്കാം. നീളം 50% വർദ്ധിക്കുകയും വീതി 50% കുറയുകയും ചെയ്ത പരപ്പളവിലുള്ള മാറ്റം. നീളം 100 ആയിരുന്നു നമ്മൾ എടുത്തത്. 100 + 50 എത്രയാണ്? 150. ഇത് നമ്മൾ ശതമാനത്തിലേക്ക് ആക്കാൻ വേണ്ടിയിട്ടാണ്, എളുപ്പത്തിനാണ്. ഇങ്ങനെ തന്നെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ എത്ര എളുപ്പമാണെന്നറിയോ. നീളം 100 എടുക്കുക, വീതി 100 എടുക്കുക. അപ്പോൾ കൂടുകയാണെങ്കിൽ അതിനോട് എത്രയാണോ സംഖ്യ കൂട്ടിയാൽ മതി. അപ്പോൾ നീളം 50 കൂടി 100നോട് 50 കൂട്ടി 150. വീതി 50 കുറഞ്ഞെന്ന് പറഞ്ഞാൽ എന്താണ്? 100നോട് 50 കുറച്ചു, 100 ൽ നിന്ന് 50 കുറച്ചപ്പോൾ 50. ഇനി നമുക്ക് പരപ്പളവ് ഇതിന്റെ നിലവിലുള്ള, ഇപ്പൊ നിലവിലുള്ള ചതുരം ഇതാണ്. നേരത്തെ ഉണ്ടായിരുന്ന ചതുരം ഇതായിരുന്നു. അപ്പൊ അതിന്റെ വീതി 50 ആണ്, നീളം 150 ആയി. അപ്പൊ അതിന്റെ ഏരിയ എന്തായിരിക്കും? 150 × 50 എത്രയാണ്? 15 × 5 75, 7,500. അതായത് നീളം ഇൻറ്റു വീതിയാണുള്ള പരപ്പളവ്. 150 × 50 എത്രയാണ്? 7,500. ഇപ്പൊ നേരത്തെ നിലവിലുണ്ടായിരുന്നത് എത്രയായിരുന്നു? 10,000. 10,000 നിന്ന് 7,500 എന്ന് പറഞ്ഞാൽ കുറഞ്ഞു എന്നാണ് അർത്ഥം. അപ്പൊ സ്വാഭാവികമായിട്ടും പരപ്പളവിൽ മാറ്റം എന്ന് പറയുന്നത് പരപ്പളവ് കുറഞ്ഞു എന്ന് തന്നെയാണ് കണക്കാക്കുന്നത്. ഇനി ആ കുറഞ്ഞത് എത്ര ശതമാനമാണെന്ന് നമുക്ക് നോക്കാം. കുറഞ്ഞത് എത്ര ശതമാനമാണെന്നുള്ളത് നോക്കാം. അതിവിടെ നോക്കുക. പരപ്പളവിലുള്ള വ്യത്യാസം 10,000 കുറയ്ക്കണം 7,500, 2,500 ആണ് കുറഞ്ഞത്. ഇനി പരപ്പളവിലുള്ള വ്യത്യാസം ശതമാനത്തിൽ പറയുകയാണെങ്കിൽ എങ്ങനെയാണ്? 2,500 100 കൊണ്ട് ഹരിച്ചാൽ മതി. ശതമാനത്തിൽ കാണാൻ 100 കൊണ്ട് ഹരിച്ചാൽ മതി. 2,500 100 കൊണ്ട് ഹരിച്ചാൽ എന്താണ്? ഇവിടെ ഈ 100ന്റെ 2 പൂജ്യവും 2,500ന്റെ 2 പൂജ്യവും വെട്ടിക്കളയാം. അപ്പോൾ മിച്ചം എത്രയുണ്ട്? 100ന്റെ 2 പൂജ്യം, 2,500ന്റെ 2 പൂജ്യം വെട്ടിക്കളഞ്ഞാൽ മിച്ചം 25% എന്ന് നമുക്ക് കിട്ടും. അല്ലെങ്കിൽ 2,500 100 കൊണ്ട് ഹരിച്ചോ. അപ്പൊ എത്ര കിട്ടി? 25%. 25% കൂടുതലാണോ കുറവാണോ? 10,000 ആയിരുന്നു, അത് 7,500 ആയി. അപ്പൊ എന്തായി? കുറവാണ്. അപ്പൊ 25% കുറവാണ് എന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും. അപ്പോൾ ഇത് ഇപ്പോൾ ഈ ചോദ്യത്തിന് ഒരു ദീർഘചതുരത്തിന് നീളം 50% വർദ്ധിക്കുകയും വീതി 50% കുറയുകയും ചെയ്യുന്നുണ്ട്. പരപ്പളവിലുള്ള മാറ്റം ഇപ്പോൾ ചിലപ്പോൾ 25% ഡിക്രീസസ്,
എന്ന് പറയാം, അല്ലെങ്കിൽ 25% കുറവ്, അല്ലെങ്കിൽ 25% കൂടുതൽ. ഓപ്ഷനിൽ 3-4 കണ്ടു, അല്ലെങ്കിൽ നോ ചേഞ്ചസ്, യാതൊരു മാറ്റവും ഉണ്ടായില്ല. ഇങ്ങനെ 4 ഓപ്ഷൻ തന്നു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പിക്കാം ഇത് ഏതാണ് 25% കുറവ്, ഡിക്രീസ് ചെയ്യാണ് ചെയ്തത് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾക്കും മലയാളം മീഡിയം കുട്ടികൾക്കും ഒരുപോലെ ഉപകാരപ്രദമാകുന്ന ഒരു ചോദ്യം തന്നെയാണ് ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യം ശ്രദ്ധിക്കുക. The length of a rectangle is increased by 50% and breadth decreased by 20%. What change will happen to its area? ഒരു ദീർഘചതുരത്തിന്റെ നീളം 50% വർദ്ധിക്കുകയും വീതി 20% കുറയുകയും ചെയ്യുന്നതിൽ പരപ്പളവിലുള്ള മാറ്റം എത്രയാണെന്നാണ് ചോദ്യം. അപ്പൊ ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ 50% കൂടുന്നു, വീതി 50% കുറയുകയായിരുന്നു നേരത്തെ. ഇവിടെ 50% വർദ്ധിക്കുന്നു, എന്നാൽ 20% വീതി കുറയുന്നത്. നേരത്തെ 50 ആയിരുന്നു, ഇത് 20% വീതി കുറയുന്നത്. എങ്കിൽ പരപ്പളവിലുള്ള മാറ്റം വളരെ സിമ്പിളാണ്. ഇതിന് സമാനമായ ധാരാളം ചോദ്യങ്ങൾ വരാം. ഏത് ചോദ്യം വന്നാലും ഈ മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം. നേരത്തെ ചെയ്ത പോലെ നമുക്ക് നീളവും വീതിയും കുറയുകയും കൂടുകയും ചെയ്തതിന് മുമ്പ് ചതുരത്തിന്റെ പരപ്പളവ് എന്തായിരിക്കാം? നീളത്തെ വീതിയെ എന്താക്കി 100 യൂണിറ്റുകളാക്കി കരുതാം. എങ്കിൽ പരപ്പളവ് 100 × 100 സമം എത്രയാണ്? 100 × 100 സമം 10,000 അതായത് നീളം 100 വീതി 100, നീളം 100 വീതി 100 എങ്കിൽ 10,000. അപ്പോൾ പരപ്പളവ് എന്ന് പറയുന്നത് നീളവും വീതിയും കൂടുകയും കുറയുകയും ചെയ്യുന്നതിന് മുമ്പ് പരപ്പളവ് എന്ന് പറയുന്നത് നമുക്ക് 10,000 കണക്കാക്കാം, നേരത്തെ കണക്കാക്കിയ പോലെ. ഇനി അടുത്തത് നീളം 50% വർദ്ധിക്കുന്നു. ഇവിടെ ഒരു ചെറിയ തെറ്റുണ്ട്. വീതി 20%, വീതി എത്രയാണ്? വീതി 20% കുറയുകയും ചെയ്താൽ നീളം 50% വർദ്ധിക്കുന്നു, വീതി എത്രയാണ്? 20% കുറയുകയും ചെയ്താൽ പരപ്പളവിലുള്ള മാറ്റം എത്രയാണ്? ഇവിടെ നോക്കാം. നീളം 50% വർദ്ധിക്കുകയാണ്, വീതി 20% കുറയുകയും ചെയ്താൽ പരപ്പളവിലുള്ള മാറ്റം. നീളം 100 + 50 150 വീതി എത്രയാണ്? 100 - 20 80. അപ്പൊ വീതി 80 നീളം എത്രയായി? 150 എങ്കിൽ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് എന്താന്ന് നോക്കാം. ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് നോക്കിയേ, 150 × 80 സമം എത്ര കിട്ടി? 150 × 80 സമം 12,000 കിട്ടി. അപ്പൊ നേരത്തെ എത്രയായിരുന്നു? നേരത്തെ നമുക്ക് കിട്ടി 10,000 ആണ്. 10,000 ആയിരുന്നു. 10,000 എന്നുള്ളത് വീതി 20% കുറഞ്ഞപ്പോൾ, എന്നാൽ നീളം 50% കൂടിയപ്പോൾ 12,000 ആയി. അപ്പോൾ സ്വാഭാവികമായിട്ടും പരപ്പളവ് കൂടുകയോ കുറയുകയോ ചെയ്തോ? എന്താണ് നമുക്ക് ഉറപ്പിക്കാം? പരപ്പളവ് കൂടി, 10,000 നിന്ന് 12,000 ആയി. അപ്പൊ എത്ര ശതമാനമാണ് ഇനി കൂടിയതെന്നാണ് ഇനി നമുക്ക് കണ്ടെത്തേണ്ടത്. അത് എത്ര ശതമാനമാണെന്ന് നമുക്ക് നോക്കാം. അടുത്ത നോക്കാം. ഇവിടെ നോക്കുക, പരപ്പളവിലുള്ള വ്യത്യാസം. പരപ്പളവിലുള്ള വ്യത്യാസം നമുക്ക് നോക്കാം. ഇത് 20% കേട്ടോ. നീളം 50%, അതായത് വീതി 20% കുറയുകയും ചെയ്താൽ പരപ്പളവിലുള്ള മാറ്റം എന്താണെന്ന് നോക്കാം. പരപ്പളവിലുള്ള വ്യത്യാസം ഇവിടെ നോക്കിയേ. 12,000 കുറയ്ക്കണം 10,000. 12,000 നിന്ന് 10,000 കുറച്ചാൽ എത്രയാണ്? 2,000. ഈ പരപ്പളവിലുള്ള വ്യത്യാസം ശതമാനത്തിൽ പറയുകയാണെങ്കിൽ 2,000 എന്ന് പറഞ്ഞാൽ എന്താണ്? 2,000 ഹരിക്കണം 1000. 2,000 ഹരിക്കണം 100. 2,000 ഹരിക്കണം 100. ഇവിടെ 100ന്റെ 2 0 വെട്ടാം, 2,000 2 0 വെട്ടാം. പിന്നെ മിച്ചം എത്രയുണ്ട്? 20%. ഇപ്പൊ പരപ്പളവിലുള്ള വ്യത്യാസം, അതായത് 2,000 100 കൊണ്ട് ഹരിച്ചാൽ 20 കിട്ടും. പരപ്പളവിലുള്ള വ്യത്യാസം 20% കൂടുതലോ കുറവോ? 10,000 എന്തായി തീർന്നെന്നാ പറഞ്ഞ്? 10,000 12,000 ആയി തീർന്നെങ്കിൽ അതെന്തായിരിക്കാം? കൂടുതലാണ്. 20% എന്താണ്? കൂടുതൽ. 20% കൂടുതൽ എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ ഇത് ശ്രദ്ധിക്കുക. ദീർഘചതുരത്തിന്റെ നീളം 50% വർദ്ധിക്കുകയും വീതി 20% കുറയുകയും ചെയ്താൽ പരപ്പളവ് കൂടുകയാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള സമാനമായ പല രീതിയിലുള്ള, ഇനി ചിലപ്പോൾ ചോദിക്കാം, ഒരു ദീർഘചതുരത്തിന്റെ നീളം 50% വർദ്ധിക്കുന്നു, വീതി 50% വർദ്ധിക്കുന്നു എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? എത്ര ശതമാനമായിരിക്കും വർദ്ധിക്കുക? അപ്പോൾ അത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ വരാം. അപ്പോൾ അതിനെല്ലാം ഇതേ രീതിയിലുള്ള മെത്തേഡ് ഉപയോഗിച്ചാൽ മതി. നീളത്തെ വീതിയെയും 100 യൂണിറ്റുകളായി കരുതുക. അത് കൂടുന്നത് എത്രയാണോ ആ നീളത്തെ 100നോട് കൂട്ടുക. കുറയുന്നത് എത്രയാണോ അല്ലെങ്കിൽ 100ൽ നിന്ന് കുറയ്ക്കുക. അതിനുശേഷം അതിൻ്റെ നീളവും വീതിയും തമ്മിൽ ഗുണിച്ചാൽ ആ മാറ്റങ്ങൾ നമുക്ക് ദൃശ്യമാകും. അതിനെ ശതമാനത്തിലാക്കാൻ 100 കൊണ്ട് ഹരിച്ചാൽ മതി. വളരെ എളുപ്പമാണ്. ആ വ്യത്യാസത്തെ 100 കൊണ്ട് ഹരിച്ചാൽ മതി. കൃത്യ ശതമാനങ്ങൾ കിട്ടും. അപ്പോൾ ഇത്തരത്തിലുള്ള ഇനി വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ചോദ്യങ്ങളെ അഭിമുഖീകരിക്കാൻ പറ്റും. ഈ ചാനൽ ഉപകാരപ്രദമാണ്. തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള മാത്തമാറ്റിക്സിന്റെ ടിപ്സ് ആൻഡ് ട്രിക്സ് കൊണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട്, നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി താഴെയുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക.